ഫോട്ടോഷൂട്ടിലൂടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ മോഡലും യുവ അഭിനേത്രിയുമാണ് ആരാധ്യ ദേവി. മലയാളിയായ നടിയുടെ യഥാർത്ഥ പേര് ശ്രീലക്ഷ്മി സതീഷ് എന്നാണ്. സിനിമയിലേക്ക് അരങ്ങേറിയ ശേഷമാണ് പേര് ആരാധ്യയെന്ന് മാറ്റിയത്. സാരിയിൽ ശ്രീലക്ഷ്മി നടത്തിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന സംവിധായകനായ രാംഗോപാൽ വർമ്മ ആരാധ്യയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. RGV സിനിമയുടെ ഭാഗമായ ശേഷം അടിമുടി മാറ്റവുമായാണ് ശ്രീലക്ഷ്മി കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലുമടക്കം തെന്നിന്ത്യൻ നടിമാരോട് കിടപിടിക്കുന്ന തരത്തിലായി ആരാധ്യ ദേവിയുടെ പെരുമാറ്റം. എന്നാൽ മലയാളി ആയതുകൊണ്ട് തന്നെ ഗ്ലാമറസായി അഭിനയിക്കുന്നതിന്റെ പേരിൽ ആരാധ്യയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനവും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ ആദ്യ ചിത്രമായ സാരിയുടെ പ്രമോഷനായി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് താരം. രാംഗോപാൽ വർമ്മയും സിനിമയുടെ അണിയറ പ്രവർത്തകരുമെല്ലാം ആരാധ്യയ്ക്കൊപ്പം പ്രമോഷൻ പരിപാടികളിൽ സജീവമാണ്. നെഗറ്റീവ് കമന്റുകൾ, പേരിൽ മാറ്റം വരുത്തിയതിന്റെ കാരണം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ആരാധ്യ നൽകിയ മറുപടിയും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. പ്രമോഷൻ ചടങ്ങുകളിലും സാരിയിൽ തന്നെയാണ് ആരാധ്യ എത്തിയത്. താനെന്നല്ല ആർക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. നെഗറ്റീവ് കമന്റ്സുകൾ കാര്യമാക്കാറില്ല. താൻ മനസ്സിലാക്കിയിരിക്കുന്നത് ആരും ലൈഫിനെ പറ്റി സീരിയസ് അല്ല. എല്ലാവരും വെറുതെ ഇൻസ്റ്റഗ്രാമിൽ വരുന്നു, ചുമ്മാ നേരം പോക്കിന് ഓരോ കമന്റ് ഇടുന്നു, അല്ലാതെ ഇന്ന വ്യക്തിയെ ഹെർട്ട് ചെയ്യണം എന്നൊന്നും ചിന്തിക്കുന്നില്ലെന്നും ആരാധ്യ പറയുന്നു. നമ്മളതിനെ സീരിയസ് ആയി എടുക്കുമ്പോഴാണ് പ്രശ്നമാകുന്നതെന്നാണ് ആരാധ്യ നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് പ്രതികരിച്ചത്. ഷൂട്ടിംഗ് അനുഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിനും ആരാധ്യ മറുപടി നൽകിയിരുന്നു. അഭിനയം പണ്ടുമുതലേ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും പ്രതീക്ഷിക്കാതെയാണ് സിനിമയിലേക്ക് എത്തിയതെന്നും ആരാധ്യ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.